മലയാളം ബിഗ് ബോസ് സീസൺ 7 എട്ടാമത്തെ ആഴ്ചയിലെ വീക്കിലി ടാസ്ക് ഇന്ന് ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തിരിക്കുകയാണ്. ബി ബോട്ടിൽ ഫാക്ടറി. സത്യം പറഞ്ഞാൽ ഈ സീസണിലുള്ള ഒരാൾക്കും ടാസ്ക് കളിക്കാൻ അറിയില്ല. ആസ് യൂഷ്വൽ ഈ ടാസ്കും കുളമായി. 2 റൗണ്ടുകളാണ് ബിഗ് ബോസ് റദ്ദാക്കി കളഞ്ഞത്. ഇപ്പോഴും ഇവർ ഗെയിമായിട്ടല്ല എടുക്കുന്നത്. ഗെയിമിൽ പോലും വൈരാഗ്യവും പേഴ്സണൽ ഗ്രഡ്ജും ഈഗോയും എല്ലാം ഇവർ കൊണ്ടുവരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ബോട്ടിൽ ഫാക്ടറി എന്ന് പറയുന്ന ടാസ്കിന് അടുത്തൊരു ഘട്ടം കൂടിയുണ്ട്. ആ ഘട്ടം എന്താണെന്ന് പോലും ബിഗ് ബോസ് ഇവരെ അറിയിച്ചിട്ടില്ല. ഈ ടാസ്ക് കംപ്ലീറ്റ് ആയാലേ അടുത്ത ഘട്ടം എന്താണെന്ന് പറയുകയുള്ളൂ. അടുത്ത ഘട്ടം എന്താണെന്ന് അറിയാൻ പോലും ഇവർക്ക് താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു അനീഷിന് അതിന് കുറച്ചെങ്കിലും താല്പര്യമുണ്ട്. അതിനോട് നീതി പുലർത്തുന്ന ഒരാളാണ് അനീഷ്. പക്ഷേ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ബാക്കി എല്ലാവരും പേഴ്സണൽ ഗ്രഡ്ജൊക്കെ വെച്ചാണ് കളിക്കുന്നത്. ഇവര് ഈ ഗെയിം മാത്രമല്ല കുളമാക്കിയത്. ആ ക്യാപ്പ് വെച്ച ഒരു ഗെയിം നടന്നിരുന്നു. അതും ഫിസിക്കൽ ഗെയിം അല്ല എന്ന് പറഞ്ഞിട്ടും ലാസ്റ്റ് ഫിസിക്കൽ ഗെയിമായി. അവസാനം ബിഗ് ബോസ് ഗെയിം തന്നെ മാറ്റി. പിന്നീട് ഇവർക്ക് നൂതില ചെരുപ്പ് കമ്പനി എന്ന് പറഞ്ഞ ഒരു ടാസ്ക് കൊടുത്തു. അതും കുളമാക്കി. ഹോട്ടൽ ടാസ്ക് കുളമാക്കി. ഇവർക്ക് ഏത് ടാസ്ക് കൊടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. ഹോട്ടൽ ടാസ്ക് ഒക്കെ ബിഗ് ബോസിൻ്റെ ക്ലാസിക് ടാസ്ക്കാണ്. അതുവരെ ഇവർ കുളമാക്കി കയ്യിൽ കൊടുത്തു. സത്യം പറഞ്ഞാൽ ലാലേട്ടനും ബിഗ് ബോസും പറയുന്നത് പോലെ ഇവർക്ക് എന്തെങ്കിലും ഗെയിം കൊടുക്കാൻ ഇപ്പോൾ ബിഗ് ബോസിന് പേടിയാണെന്ന് തോന്നുന്നു. ഒന്നെങ്കിൽ അവർ അത് ഫിസിക്കൽ ഗെയിം ആക്കി എടുക്കും, അല്ലെങ്കിൽ ഇതുപോലെ കുളമാക്കും. ഒരു പരിധി വരെ ഇന്നത്തെ ടാസ്ക് റദ്ദാക്കിയതിൽ അനുമോൾക്കും പങ്കുണ്ട്. അനുമോള് ഒരുവിധം നല്ല രീതിയിലൊക്കെ കളിച്ചു. എങ്കിലും കുറച്ച് പിടിവാശിയൊക്കെ ഉണ്ടായിരുന്നു അനുമോൾക്ക്. 1-2 ബോട്ടിലൊക്കെ അപ്രൂവ് ചെയ്ത് വിടാവുന്നതായിരുന്നു. അതിന് അനുമോളും സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ 2 റൗണ്ടുകളാണ് ബിഗ് ബോസ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വീക്കിലി ടാസ്ക് ടോട്ടൽ 3 ദിവസമാണ് നടത്തുന്നത്. അതിലെ ഒരു ദിവസം ഫുൾ വേസ്റ്റ് ആയിപ്പോയി. ഇനി 2 ദിവസം ഉണ്ടെങ്കിലും ഇന്നത്തെ ദിവസം ഇവർ ഇത് കാണിച്ചെങ്കിൽ നാളെയും ഇതിനേക്കാളും വലിയ പ്ലാനിങ് ആയിട്ടായിരിക്കും ഇവർ വരുന്നത്. പിന്നെ ഈ ടാസ്ക് മെയിനായിട്ട് ഇവരിങ്ങനെ ചെയ്യാനുള്ള കാരണം, ഈ ടാസ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ ലഭിക്കുന്നവർ നോമിനേഷൻ ഫ്രീ ആകും. ആ ഒരു പവർ കാരണമാണ്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന മനോഭാവമാണ് പലർക്കും, പ്രത്യേകിച്ച് ഒനീലിനൊക്കെ. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമാണ് ഇത്തരം ചീപ്പ് ഗെയിം കളിക്കുന്നത്. അതിനുശേഷം ഇതെൻ്റെ ഗെയിമാണ് എന്നൊരു ഡയലോഗും. അറ്റ്ലീസ്റ്റ് ഗെയിം കളിക്കാൻ അറിയാവുന്നവരെങ്കിലും അടുത്ത സീസൺ മുതലെങ്കിലും എടുക്കണം. ഗെയിമിനെ ഗെയിമായിട്ടല്ല എടുക്കുന്നത്. എന്തിന് നോമിനേഷനായിട്ട് പോലും എടുക്കാറില്ല. ഇന്ന് ഒരാൾ നോമിനേറ്റ് ചെയ്താൽ അടുത്ത ആഴ്ച ആ വ്യക്തി തിരിച്ച് നോമിനേറ്റ് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഹൗസിൽ വീക്കായിട്ടുള്ള ഒരു പ്ലെയറെ നോമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറെ നോമിനേറ്റ് ചെയ്ത് ഔട്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നുമല്ല. എന്തായാലും നാളെയെങ്കിലും ഈ ഗെയിമിൻ്റെ അടുത്ത ഘട്ടം അറിയാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.